കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുടുംബഭരണം അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി തോറ്റേന്റെ പ്രധാന കാരണം നിങ്ങളോടുള്ള ദേഷ്യം. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ പടം നയിച്ച ശീതളേട്ടൻ. അപ്പൊ ശീതളേട്ടൻ എന്താ കാരണവരാവണോ? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ഞാനാകണേലും വല്ല വിരോധം ഉണ്ടെന്ന്. ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. നമ്മുടെ ദയനീയ തോൽവി ഓർത്തൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും ഈ ദുഷ്ടന്മാര് തരണില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നമ്മുടെ തറവാട്ടിലെ കാരണം വരെ ഇന്ന് തെരഞ്ഞെടുത്തു. ഇത് പറയാൻ തുടങ്ങി എത്ര ദിവസമായി? ഹൈമുത്തശ്ശിന്റെ അടുത്ത് പോകുന്നുണ്ട് 3 ആളും. അതോടെ തീരുമാനം. ഒരൊറ്റ മിനിറ്റ്. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? പുതിയ പോലെ തന്നെ തോന്നി. എന്നെ തേച്ചതാണല്ലേ? നമ്മളെ ചിരിപ്പിച്ചു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തിങ്കള് ചൊവ്വക്കിടണം, ബുധന് വ്യാഴം ഇടണം. ഇപ്പൊ ഞായറാഴ്ച ഒഴിവുണ്ടല്ലോ, ഞായറാഴ്ച എനിക്ക് ഉത്തിരുന്നൂടെ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്.